എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കുട്ടപ്പൻ അവൻ ജനിച്ചിരിക്കുകയാണ്. കുഷീനാവട്ടെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ മിനട്ടോയും കരയാൻ തുടങ്ങും. അവൻ പറയും, കുഷീന ഞാൻ ആ നയൻ ടൈലിനെ വീണ്ടും സീൽ ചെയ്യട്ടെ. അതിനവൾ ഓക്കെ പറയും. ആ സമയത്ത് ഇപ്പൊ ആരും അവിടേക്ക് ചാടി വീണ് ആ ഷിനോബി പെണ്ണിനെ അവള് വെട്ടിത്താഴെയിട്ട് ഇപ്പൊ കുട്ടപ്പനെ പിടിച്ചെടുക്കും. അതാരാണെന്ന് നോക്കിയാ അത് മറ്റാരുമല്ല, സാക്ഷാൽ മാധുര. മാധുര പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ വേണമെങ്കിൽ ആ നയൻ ടൈലിനെ, അതിനെ എനിക്ക് വേണം. അതിനെ സീൽ ചെയ്യാൻ പാടില്ല. അതിനെ നീ സീൽ ചെയ്താ ഉറപ്പായിട്ടും നിന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നു തള്ളും. അപ്പൊ അതേ സമയത്ത് ആ നയൻ ടൈല് അതിപ്പോ സീലിംഗ് ചിപ്സ് തകർത്ത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതിന് കുഷീന അവള് നിലവിളിച്ച് കരയും. മാധുര ഉടനെ ഇപ്പൊ നറൂട്ടോ കുട്ടപ്പനെ വലിച്ചെറിയും. അത് കണ്ട് മിനട്ടോ ആള് ചാടി വന്ന് ഇപ്പൊ കുട്ടപ്പനെ ക്യാച്ച് ചെയ്യും. അപ്പോഴായിരിക്കും കുട്ടപ്പനെ പൊതിഞ്ഞു പിടിച്ച ആ ഒരു ഡ്രസ്സില് ഒരു പേപ്പർ ബോംബ് കാണുക. ഉടനെ മിനട്ടോ ആ തുണി താഴെയിട്ട് അവിടുന്ന് പുറത്തേക്ക് ചാടി വരും. പുറത്തെത്തി മിനട്ടോ അവൻ ശ്വാസം വലിച്ചു വിടും. കാരണം കുട്ടപ്പന് അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിനട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ മിനട്ടോയ്ക്ക് ആവശ്യം കുഷീനയാണ്. ആ ഒരു നയൻ ടൈല് അതിനെ എടുക്കാനാണ് ഇപ്പൊ മിനട്ടോയെയും കുട്ടപ്പനെയും അവൻ തന്ത്രപരമായി പുറത്താക്കിയത്. ഉടനെ മിനട്ടോ അവൻ വീണ്ടും അവിടേക്ക് ഓടും. പക്ഷെ മാധുര അവൻ അപ്പോഴേക്കും കുഷീനയെ ഇപ്പൊ പിടിച്ചു വലിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇപ്പൊ ലോക്ക് ചെയ്യും. മിനട്ടോ ഉടനെ ടെലിപ്പോർട്ട് ചെയ്ത് കുട്ടപ്പനെ സേഫായി ഇപ്പൊ വീട്ടിലേക്ക് എത്തിക്കും. കട്ട് ചെയ്ത മാധുര അവനിപ്പോ കുഷീനോട് പറയും, എനിക്ക് ആവശ്യം നിന്റെ ബോഡിയിലെ ആ നയൻ ടൈൽ മോൺസ്റ്റർ ആണ്. ഇപ്പൊ മാത്രമേ നിനക്കതിനെ റിലീസ് ചെയ്ത് എനിക്ക് തരാൻ കഴിയൂ. ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അതിനെ എനിക്ക് വിട്ടു തന്ന നിനക്ക് നിന്റെ മിനട്ടയോടും കുഞ്ഞിനോടും ഒപ്പം ഹാപ്പി ആയിട്ട് ഇനിയുള്ള ലൈഫെങ്കിലും ജീവിക്കാൻ കഴിയും. വർഷങ്ങളായി ഞാൻ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. മിനട്ടോ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. അതിനു മുൻപ് ആ നയൻ ടൈലിനെ അതിനെനിക്ക് സ്വന്തമാക്കണം. കട്ട് ചെയ്താ ഇവിടെ മിനട്ടോ അവൻ കുട്ടപ്പനൊരു ഭാഗത്ത് ഇപ്പൊ സേഫ് ആയിട്ട് വെക്കും. മിനട്ടോ കുട്ടപ്പനോട് പറയും, എത്രയും വേഗം ഞാൻ ഓടി വരാം. നിന്റെ അമ്മ അവളെ എന്റെ ജീവൻ കൊടുത്തും ഞാൻ രക്ഷിക്കും. അപ്പൊ ഇവിടെ മാധുര അവനിപ്പോ നയൻ ടൈലിനെ പതിയെ പതിയെ അതിനെ മുഴുവനായിട്ട് റിലീസ് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ നയൻ ടൈല് അതിപ്പോ മുഴുവനായിട്ടും എക്സ്ട്രാക്ട് ആയി പുറത്തേക്ക് വരും. മാധുര അതിനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകും. ഇവിടെ കുഷീനെ ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് ടയർഡായി അങ്ങനെ വീണ് കിടക്കും. പക്ഷെ മാധുര അവനിപ്പോ ആ നയൻ ടൈലിനെ ഉപയോഗിച്ച് കുഷീനെ അവളെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. കുഷീന അവളെ അവിടെ കാണാനുണ്ടാവില്ല. മിനട്ടോ അവൻ ടെലിപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടേക്ക് എത്തി കുഷീനെ രക്ഷപ്പെടുത്തി. അതിന് മാധുര ചിരിക്കും, നീ അവളെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. യു ആർ ടു ലേറ്റ്. ആ നയൻ ടൈലിനെ ഞാൻ മോചിപ്പിച്ചു. അതിപ്പോ എന്റെ കൺട്രോളിലാണ്. കട്ട് ചെയ്ത കുഷീനോ അവളിപ്പോ മിനട്ടോയോട് ചോദിക്കും, നറൂട്ടോ അവൻ സേഫാണോ? അതിന് മിനട്ടോ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുട്ടപ്പൻ സേഫാണ്. എത്രയും പെട്ടെന്ന് നിന്നെ കുട്ടപ്പന്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കുമെന്ന് പറഞ്ഞ് അവള് കുട്ടപ്പന്റെ അടുത്തേക്ക് അങ്ങനെ കൊണ്ടുവരും. കുട്ടപ്പനെ കണ്ട ഉടനെ കുഷീനോ അവളിപ്പോ പൊട്ടിക്കരയും. ഉടനെ മിനട്ടോ അവൻ ടെലിപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് പോവും. കട്ട് ചെയ്ത ലീഫ് വില്ലേജ് അത് വളരെ കാം ആൻഡ് പീസ് ആയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിൽ അങ്ങനെ വ്യാപൃതരായിട്ടിരിക്കുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്തായിട്ട് ഇപ്പൊ കാക്കാഷിയും മൈഗയും അവർ രണ്ടുപേരും ഭയങ്കര ആവേശത്തില് സോൾട്ട് പേപ്പർ സീസറൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും കാക്കാഷി അവൻ എന്തൊക്കെയോ കാര്യങ്ങള് ഇപ്പൊ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അവൻ മൈഗയോട് ചോദിക്കും, മൈഗൈ നിനക്ക് എന്തെങ്കിലും ബാഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തോ ഒരു അപകടം നമുക്ക് നേരെ വരുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് മൈഗൈ പറയും, എനിക്കൊന്നും തോന്നുന്നില്ല, എല്ലാം ഓക്കെ അല്ലേ, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ അതേസമയം മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഹിറ്റാച്ചി അവൻ സാസുകയും കയ്യിൽ പിടിച്ച് പുറത്തിരിക്കുകയാണ്. അപ്പൊ അവനും എന്തൊക്കെയോ ചില കാര്യങ്ങള് ബാഡായിട്ട് ഫീൽ ചെയ്യും. ഉടനെ സാസുക ഇപ്പൊ നിലവിളിച്ച് കരയും. അതിന് ഹിറ്റാച്ചി പറയും, നീ എന്റെ സ്വത്ത് കുഞ്ഞല്ലേ, പേടിക്കേണ്ട ആവശ്യമില്ല, നീ ഈ ചേട്ടന്റെ കയ്യിലാണ്, ഉറപ്പായിട്ടും നിനക്കൊരു പോറല് പോലും സംഭവിക്കില്ല. കട്ട് ചെയ്ത അപ്പോഴേക്കും ഇപ്പൊ മാധുര അവനിപ്പോ ലീഫ് വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ വന്ന ഉടനെ വലിയൊരു കെഞ്ചിപ്സ് ഉപയോഗിച്ച് ഗ്രാമം തകർക്കാൻ തുടങ്ങും. അവൻ ഉടനെ ഇപ്പൊ നയൻ ടൈലിനെ ലീഫ് വില്ലേജിലേക്ക് റിലീസ് ചെയ്യും. അത് കണ്ട് ജനങ്ങള് അവര് നിലവിളിച്ച് പറയും, അതാ നയൻ ടൈലാണ്, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അപ്പത്തേക്കും ആ നയൻ ടൈല് അതിന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ലീഫ് വില്ലേജ് അത് തല്ലി തകർക്കാൻ തുടങ്ങും. മാധുര അതിനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഓരോ ഭാഗമായിട്ട് തല്ലി തല്ലി നശിപ്പിക്കുകയാണ്. ഇവിടെ തേർഡ് ഹൊക്കാഗെയും ആളുടെ സൈന്യവും അവരിപ്പോ നയൻ ടൈലിനെയും
മാധുരയും അവർ രണ്ടുപേരെയും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹൊക്കാഗ സബോർഡിനേറ്റ്സിനോട് പറയും, നിങ്ങൾ എല്ലാവരും ചേർന്ന് എങ്ങനെയെങ്കിലും ആ മാധുരയെ തടയണം. ഇത്രയൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടും ആ നയൻ ടെയില് അത് രക്ഷപ്പെട്ടു. പക്ഷെ എന്ത് വില കൊടുത്തും ഞാനതിനെ ലോക്ക് ചെയ്യുന്നു പറയും. കട്ട് ചെയ്ത മൈഗൈ സെൻസായി ആളാണെങ്കിൽ ആ നയൻ ടെയിലിനെ കണ്ട് ഇപ്പൊ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട്, ഓ നീ വീണ്ടും വന്നല്ലേ, ഇത്തവണ ഉറപ്പായിട്ടും നിന്നെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞ് അവനിപ്പോ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ചാടി ചാടി നിൽക്കും. അപ്പൊ ഒരുപാട് ഷിനോബികള് അവിടേക്ക് ഓടി വരും. അവര് മൈഗൈ സെൻസായിയോടും കാക്കാഷിയോടും അവിടുന്ന് മാറിപ്പോവാൻ പറയും. ഇത് തേർഡ് ഹൊക്കാഗയുടെ ഓർഡറാണ്. കട്ട് ചെയ്ത ഗ്രാമത്തില് ഇപ്പൊ ഈനോ ഷിക്കാഗോ ടീം അവർ റെഡിയാവും. കട്ട് ചെയ്ത ഇപ്പൊ ഒരുപാട് പേര് പേപ്പർ ബോംബൊക്കെ ആ നയൻ ടെയിലിന്റെ മേലേക്ക് വലിച്ചെറിയും. പക്ഷെ അത് സിമ്പിളായിട്ട് അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ വീണ്ടും വീണ്ടും ഗ്രാമത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും സാക്ഷാൽ മിനട്ടോ, ലീഫ് വില്ലേജിന്റെ ഫോർത്ത് ഹൊക്കാഗ, ആള് ഫുൾ പവറില് സ്റ്റൈലായിട്ട് അവിടേക്ക് വരും. ഉടനെ ആ നയൻ ടെയില് ഇപ്പൊ ഒരു ബീസ്റ്റ് ബോംബ് അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മിനട്ടോയ്ക്ക് നേരെ വലിച്ചെറിയും. മിനട്ടോ ആവട്ടെ അത് കണ്ടുടനെ ഇപ്പൊ ടെലിപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് ജസ്റ്റ് മിസ്സിന് ഇപ്പൊ രക്ഷപ്പെടും. ആ ഒരു ബോംബ് അതാ ശിലയിൽ വന്ന് ഇടിച്ച് അങ്ങനെ പതിയെ പതിയെ കത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ മിനട്ടോ അവൻ ആ കാഴ്ച കണ്ട് ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ അവന്റെ തൊട്ടു പുറകിലായിട്ട് ആ മാധുര ഉച്ചിഹ അവനൊരു കത്തിയെടുത്ത് മിനട്ടോയെ വെട്ടാൻ ശ്രമിക്കും. ഉടനെ മിനട്ടോ തിരിഞ്ഞ് അവന്റെ കൈ വെട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ അവിടുന്ന് ഓടി രക്ഷപ്പെടും. പക്ഷെ മാധുര വിടില്ല. അവന്റെ പിന്നാലെ പോയി അവനെ പിടിച്ചു വലിച്ച് മിനട്ടോയെ ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷെ എങ്ങനെയൊക്കെയോ മിനട്ടോ രക്ഷപ്പെടും. മിനട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ടെൻഷനാവും. കാരണം അവന്റെ ബോഡി അതിപ്പോ ഇരുമ്പ് പോലെയാണ്. മാധുര ഉടനെ ഇപ്പൊ സ്ലോ മോഷനില് മിനട്ടോയുടെ മുൻപിലേക്ക് വരും. മിനട്ടോയ്ക്ക് മനസ്സിലാവും ഇവൻ ചില്ലറക്കാരനല്ല, ഇവൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാം. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. മിനട്ടോ ഫുൾ കലിപ്പില് ഇപ്പൊ ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ ആ മാധുര ഉച്ചയല്ലേ? നീ ആരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നീ എന്തിനാ ഇപ്പൊ ലീഫ് വില്ലേജ് അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നേ? അതിന് മിനട്ടോ അവൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അവൻ വലിയൊരു ചെയിന് ഇപ്പൊ താഴേക്കിറക്കും. മിനട്ടോയ്ക്ക് മനസ്സിലാവും ഉറപ്പായിട്ടും ഇവനെ ഞാൻ തന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. ആ നയൻ ടെയിലിന് ഉറപ്പായിട്ടും ഹൊക്കാഗ ഹാൻഡിൽ ചെയ്യും. സോ എങ്ങനെയെങ്കിലും ഇവന്റെ കഥ കഴിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ട് പരസ്പരം ആഞ്ഞടിക്കും. മാധുര ആണെങ്കില് അവന്റെ ചെയിൻ ഉപയോഗിച്ച് മിനട്ടോയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ മിനട്ടോ അവൻ തലനാരിഴയ്ക്ക് ടെലിപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പൊ മാറിപ്പോവും. അവസാനായിട്ട് വീണ്ടും അവർ രണ്ടുപേരും ഇപ്പൊ അറ്റാക്ക് ചെയ്യാനായിട്ട് പരസ്പരം ഓടിയടുക്കും. അവരടുത്ത് വരെ ഓരോരുത്തരും കയ്യിൽ അവരുടെ എക്യുപ്മെന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അവർ ക്ലോസ് എത്തുമ്പോ മിനട്ടോ അവൻ ടെലിപ്പോർട്ടായി ഇപ്പൊ മാധുരയുടെ തൊട്ട് മുകളിൽ വന്ന് ശരീങ്കൻ ഉപയോഗിച്ച് അവന്റെ പുറത്ത് തന്നെ ഒരൊറ്റ അടി. ആ അടിയില് അവൻ കറങ്ങി അടിച്ചു വീഴും. മിനട്ടോ പെട്ടെന്ന് അവന്റെ പുറത്ത് ഒരു മാർക്ക് ചെയ്യും. മാധുരയുടെ ബോഡി പാർട്സ് അതൊന്നായിട്ട് ഇപ്പൊ തകർന്നു വീഴും. എന്നിട്ട് ആ മാർക്ക് ഉപയോഗിച്ച് ഇപ്പൊ ആ നയൻ ടെയിലിനെ അവന്റെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ തുടങ്ങും. ഉടനെ ആ നയൻ ടെയില് അതിപ്പോ ഓക്കെ ആവും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.